കായംകുളം പെരുങ്ങാല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി 24-ാം തീയതി വരെയാണ് മഹോത്സവം നടക്കുന്നത്. കായംകുളം പെരുങ്ങാല പടിഞ്ഞാറ് 345 നമ്പർ SNDP ശാഖായോഗം വക പെരുങ്ങാല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി 24-ാം തീയതി വരെയാണ് മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രതന്ത്രി കൃഷ്ണനാമഠം അജിത് നാരായണൻ ഭട്ടതിരി, ക്ഷേത്രമേൽശാന്തി സുജിത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു. ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തൃക്കൊടിയേറ്റ് നടന്നു. രാവിലെ നിർമാല്യ ദർശനം, അഭിഷേകം, മഹാഗണപതി ഹോമം, ഉഷപൂജ, ശിവപുരാണ പാരായണം, ഉച്ചപൂജ, അന്നദാനം, നടതുറപ്പ്, ആചാര്യവരണം, മുളപൂജ, പ്രസാദശുദ്ധി, പ്രഭാഷണം എന്നിവയ്ക്ക് ശേഷം കൊടിക്കൂറ ഘോഷയാത്ര നടന്നു. ചെണ്ടമേളം, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടുകൂടി ചെപ്പള്ളിൽ തെക്കതിൽ പ്രണവം ഭുവനചന്ദ്രന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച് ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്നാണ് തൃക്കൊടിയേറ്റ് നടന്നത്. ക്ഷേത്രതന്ത്രി കൃഷ്ണനാമഠം അജിത് നാരായണൻ ഭട്ടതിരി തൃക്കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് വൈകിട്ട് സോപാന സംഗീതം, കൈകൊട്ടിക്കളി തുടങ്ങിയവയും നടന്നു. ചടങ്ങുകൾക്ക് ഭരണസമിതി പ്രസിഡന്റ് ശാന്തകുമാർ, സെക്രട്ടറി കെ പഞ്ചമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുങ്ങാല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവം ഏപ്രിൽ മാസം 18-ാം തീയതി തുടങ്ങി 24-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വിവിധ ആഘോഷ പരിപാടികളാണ് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഏപ്രിൽ 18-ന് വൈകിട്ട് 6:53-നും 7:30-ക്കും അകമുള്ള ഒരു ശുഭമുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് ഉത്സവം നടക്കുന്നത്, തൃക്കൊടിയേറ്റ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് അതായത് കൊടിക്കൂറയുടെ ഘോഷയാത്രകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ മിക്ക ദിവസങ്ങളിലും അന്നദാനവും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ഈ വർഷം കൂടുതൽ വിപുലമായ പരിപാടികളാണ് 7 ദിവസവും നടത്താനിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഭഗവത് നാമത്തിൽ അറിയിക്കുകയാണ്. പ്രധാനപ്പെട്ട ചടങ്ങ് 5-ാം ഉത്സവത്തിന് കെട്ടുകാഴ്ച വരവുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ പള്ളിവേട്ട, പള്ളി ഉണർത്തൽ, 7-ാം ദിവസം നാടകമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പെരിങ്ങാല SNDP 345 നമ്പർ SNDP ശാഖായോഗത്തിൻ്റെ വകയായി മഹാദേവ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നാളെ തുടക്കം കുറിക്കുന്നതാണ്. നാളെ വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 7-നകം കൊടിയേറ്റ് മഹോത്സവം നടക്കുന്നതാണ്. ഉച്ചയ്ക്ക് പ്രസാദ വിതരണങ്ങൾ ഉള്ളതാണ്. പ്രസാദ വിതരണം ചെപ്പള്ളിൽ വടക്കതിൽ തെക്കതിൽ പൂനേന്ദ്രൻ്റെ വകയായിട്ട് നടത്തുന്നതാണ്. 2, 3, 4, 5 5-ാം ദിവസം കെട്ടുകാഴ്ച വരവുണ്ട്. അതുപോലെ വിവിധ രീതിയിൽ കൂടെ കെട്ടുകാഴ്ച വരവുണ്ട്. 6-ാം ദിവസം പള്ളിവേട്ടയുണ്ട്. 7-ാം ദിവസം ഘോഷയാത്ര, അതായത് അബീർ ആറാട്ട് ഘോഷയാത്ര മംഗളമായിട്ട്. അന്നത്തെ ദിവസം നാടകം. പെരിങ്ങാല 345 നമ്പർ SNDP ശാഖായോഗത്തിൻ്റെ വകയായിട്ടുള്ള ചെപ്പള്ളിൽ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാട്ടിലുപരി പ്രാവശ്യം ക്ഷേത്രം വളരെ ഭംഗിയായിട്ട് നവീകരിക്കുകയും കുറച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഭക്തജനങ്ങളുടെ ഒരു അകമഴിഞ്ഞ സാന്നിധ്യം എല്ലാ കാര്യത്തിലും ഉണ്ടാകണമെന്നും ഭഗവാന്റെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ വർഷത്തെ ഉത്സവം ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ഭഗവാന്റെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. CDNet ന്യൂസ്, കായംകുളം.